സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള AI ചിത്രം പ്രചരിപ്പിച്ചു എന്ന കേസിൽ നാടകീയ സംഭവവികാസങ്ങൾ. വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിണറായി വിജയ, നീ ഓർത്തോ, നീയും നിന്റെ മരുമകനും കൂടി നടത്തി ഈ കോയള്ളം നിന്റെ മരുമകനും കൂടി നടത്തി ഈ കോയള്ളം കൊള്ളയടിക്കാമെങ്കിൽ ഞങ്ങൾ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. ഈ മുട്ടാലങ്ങനെ കേട്ടി തന്നാലുണ്ടല്ലോ. ബക്കറ്റും രസീതും വാർഷിക പിരിവൊക്കെ ആയിട്ട് ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടി വാങ്ങുമ്പോൾ മിനിമം ഒരു കമ്മിറ്റ്മെന്റ് എങ്കിലും വേണം ജനങ്ങളോട് രാഷ്ട്രീയക്കാരന്. കലാപാഹ്വാനത്തിന് കേസെടുത്തതിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യനെ വീട്ടിലെത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് സുബ്രഹ്മണ്യനെ വിട്ടയച്ചു. ആദ്യം ഒരു ഫോട്ടോ പങ്കുവെച്ചത് അപ്പൊ തന്നെ അതിനകത്ത് എന്തോ അപാകത ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്താണ്. എന്തൊക്കെയാണോ ഈ പറയണത്? ഇങ്ങനെ N സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്താൽ പേടിച്ചു പോകുന്നവരല്ല. വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. മോന്ത കണ്ടില്ലോ, ഒരൊറ്റ പൊട്ടിക്കില്ലെന്നുണ്ടല്ലോ. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് ഇവിടെ വലിയവനാകാൻ ആഗ്രഹിക്കുന്ന ഏത് പോലീസുകാരുണ്ടെങ്കിലും അവനെയൊക്കെ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസിന് അറിയാം. അവൻ ആരാണെങ്കിലും ശരിയാ, ഒത്തിനുറുക്കും ഞാൻ. എടാ, നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? ഒരു രാജവെമ്പാലയാ നീ നോച്ചുവിട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ N സുബ്രഹ്മണ്യന്റെ കുന്നമംഗലത്തെ വീട്ടിലെത്തിയ പോലീസ് മൊഴി രേഖപ്പെടുത്താൻ ഒപ്പം വരാൻ ആവശ്യപ്പെട്ടു. സ്റ്റേഷനിലേക്ക് എത്താമെന്ന് പറഞ്ഞെങ്കിലും പോലീസ് വഴങ്ങിയില്ല. സമ്മർദ്ദങ്ങൾക്കൊടുവിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുകയായിരുന്നു. സൂചനയും കിട്ടിയോ? ഇല്ല, ഏതോ തന്തയില്ലാത്തവനാണെന്നറിയാം. ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ഒരു നടപടിയാണ് ഇന്ന് ഇടതുപക്ഷത്തിന്റെ പേര് പറഞ്ഞ് അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താൻ എന്താ ഈ വളഞ്ഞു കൊണ്ടുവരണേ? പറയടോ. പിണറായി വിജയൻ തുള്ളുമ്പോ തുള്ളാനിരുന്നാൽ 3 മാസമേ നിങ്ങൾക്ക് തുള്ളാൻ കഴിയൂ എന്ന് നിങ്ങൾ ആലോചിക്കണം. നമ്മൾ തമ്മിൽ ഇനിയും കാണേണ്ടി വരും. അയ്യോ, ഞാൻ പേടിച്ച്. ശശി സാറ് പേടിപ്പിക്കുന്നു, പേടിച്ചേ. ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. വെള്ളരിക്ക പട്ടണമല്ല കോഴിക്കോട്. കേരളം വെള്ളരിക്ക പട്ടണമല്ല. നിന്റെ കക്ഷത്തിൽ മൂലക്കുരു. കേരളം വെള്ളരിക്ക പട്ടണമല്ല. ആളുകൾ വിവരം അറിഞ്ഞ് വിളി തുടങ്ങി. അമ്പലപ്പാട്ടുകാരോട് നല്ല സ്നേഹമാണല്ലോ എല്ലാവർക്കും. അപ്പൊ പിന്നെ പറഞ്ഞു വരുത്താൻ ഉത്സാഹം കൂടും. ഞങ്ങളെ തകർക്കാമെന്നോ ഞങ്ങളെ ഉദ്യമത്തിൽ നിന്നും പ്രചരണ തന്ത്രങ്ങളിൽ നിന്നും മാറ്റി നിർത്താമെന്നോ നിങ്ങൾ വിചാരിക്കേണ്ട. ശശിയേ, നല്ല ഇടി വെട്ടുന്ന ലക്ഷണം ഉണ്ടല്ലോ. ഒരു പാമ്പ് കടി കൂടി പ്രതീക്ഷിച്ചോ? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി.